ബട്ടർ ചിക്കനായിട്ട് 250 ഗ്രാം ബോൺസ് ഇല്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലുള്ള ചിക്കൻ ആയാലും കുഴപ്പമില്ല കേട്ടോ. ആദ്യം ചിക്കന്മേ മസാല പുരട്ടി വയ്ക്കാം. അതിനായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇടാം, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ഇടാം, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടാം, 1/4 ടീസ്പൂൺ ഉപ്പിടാം, 1/2 ടേബിൾ ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിക്കാം, 1 ടേബിൾ ടീസ്പൂൺ തൈര് ഒഴിക്കാം, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇതിനി നല്ല പോലെ മിക്സ് ചെയ്യാം. ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പുറത്തായാലും വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്, മസാലയൊക്കെ നന്നായി പിടിക്കും. ചിക്കൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇതിനി വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്യണ 1 ടീസ്പൂണും ടേബിൾ ടീസ്പൂണും ശ്രദ്ധിക്കണം. ബട്ടർ ഉരുകിയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം, വറവാവരുത്. ഒരു വശം വെന്തിട്ടുണ്ട്. ഇതിനി മറിച്ചിടാം. ചിക്കൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശവും വേവട്ടെ കേട്ടോ. ചിക്കൻ്റെ എല്ലാ വശവും വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബട്ടർ മസാല റെഡിയാക്കാം. അതിനായി അടി കട്ടിയുള്ള പാത്രത്തിൽ 1 ടേബിൾ ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സെൻറ്റർ പൊളിച്ച 20 പീസ് അണ്ടിപ്പരിപ്പ് ഇടാം. ഇത് 2 സെക്കൻഡ് ഇളക്കുക. ഇനി ഒരു സബോള കനം കുറച്ച് അരിഞ്ഞത് ഇടാം. 1/2 ടേബിൾ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇനി ഇതെല്ലാം വാടുന്ന വരെ ഇളക്കി കൊടുക്കാം. സബോള വാടിയാൽ മതി, ബ്രൗൺ കളർ ആവണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 2 മിനിറ്റ് വരെ ഇളക്കിയാൽ മതിയാവും. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ഇടാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു പിഞ്ച് നല്ല ജീരകം പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ 5 സെക്കൻഡ് ഇളക്കുക. ഇനി ഇതിലേക്ക് 3 വലിയ നല്ല പഴുത്ത തക്കാളി അരിഞ്ഞതിടാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിടാം. ഇനി ഇതെല്ലാം ഇളക്കിയിട്ട് തക്കാളി വേവാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കാം. തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കാം. ഇത് ചൂടാറിയിട്ടുണ്ട്, അരച്ചെടുക്കാം. ഇത് കണ്ടോ, ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ ചിക്കൻ റെഡിയാക്കാം. അതിനായി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഉരുകിയിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലൊഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് നേരം ഇളക്കുക. ഇതിലേക്ക് 1 ടേബിൾ ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കസൂരി മേത്തി ഇടാം. കസൂരി മേത്തി എന്തായാലും ഇടണം കേട്ടോ, ബട്ടർ ചിക്കൻ്റെ സ്പെഷ്യലാണിത്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ മതി. ഇനി 2 ടേബിൾ ടീസ്പൂൺ ഫ്രഷ് ക്രീം ഒഴിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്യാം, നല്ലപോലെ ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ തേൻ ഒഴിക്കാം. ഇനി ഇത് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സെർവ് ചെയ്യാൻ പാത്രത്തിലേക്ക് മാറ്റാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇനി ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കണ്ടു നോക്കുക. ബട്ടർ ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ.